ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ്. മഴ നനഞ്ഞാൽ ജലദോഷം വരുമോ അല്ലെങ്കിൽ പനി പിടിക്കുമോ? ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥയും ശാസ്ത്രീയതയും ഒക്കെ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ജലദോഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. റൈനോ വൈറസ് എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ജലദോഷത്തിന് കാരണമാകുന്നത്. നമ്മുടെ എല്ലാ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്താണ് ഈ വൈറസുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിത താപനില അത്യാവശ്യമാണ്. ഈ താപനിലയാണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ പ്രായവും നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവും നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയും അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളും ഒക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി സാധാരണയായി ഒരു ആവറേജ് എന്ന് പറയപ്പെടുന്ന താപനിലയാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് മഴ നനഞ്ഞാൽ എങ്ങനെയാണ് ജലദോഷം വരുന്നത് എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ മഴ നനയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീര താപനില കുറയാൻ തുടങ്ങും. അപ്പോൾ ശരീര താപനില നമുക്ക് ആവശ്യമായ അളവിൽ നിന്നും കുറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ആ സമയത്ത് കുറയുന്നു. സാധാരണ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വൈറസുകൾക്ക് കൂടി ഈ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ കഴിയുന്നു. ഇനി എല്ലായ്പ്പോഴും മഴ നനഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ വൈറസ് പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ മഴ നനയുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ നനഞ്ഞ് നമ്മൾ നടന്നിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ശരീര താപനില കുറയുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റും അന്തരീക്ഷത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ജലദോഷമുള്ള വേറൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വൈറസിനെ നമ്മുടെ അറ്റാക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. അതായത് മഴ നനഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജലദോഷം വരണോ അല്ലോ അത് ജലദോഷം വന്നത് കാരണം ബോഡി ടെമ്പറേച്ചർ കൂടുക അല്ല പനി വരിക എന്നീ സാഹചര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മഴ നനയുന്ന സമയത്ത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ കുറയും, അതായത് നമ്മുടെ ശരീര താപനില കുറയും. ഈ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ ജലദോഷം വരൂ. അപ്പോൾ മഴ നനയുമ്പോൾ നമുക്കറിയില്ല നമ്മൾക്ക് ചുറ്റും അന്തരീക്ഷത്തിൽ വൈറസുകൾ ഉണ്ടോ അതോ നമ്മൾ ഇൻഫെക്റ്റഡ് ആയോ എന്നൊക്കെ. അഥവാ മഴ നനഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയാം. പോയ ഉടനെ പെട്ടെന്ന് തന്നെ ആവി പിടിക്കുകയും ചൂടുള്ള ഉപ്പുവെള്ളം കവിളുകയും ചെയ്യുന്നത് നമ്മുടെ വായിലൂടെയും മൂക്കിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച വൈറസുകളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക. അതായത് വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ, നെല്ലിക്ക എന്നിവയും അല്ലെങ്കിൽ മഞ്ഞൾ, കുരുമുളക് അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആഹാര വിഭാഗങ്ങളാണ്. ഇത് കൂടാതെ നമ്മുടെ കാല് ചൂടുവെള്ളത്തിൽ കുത്തിവെക്കുന്നതും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് കൂട്ടാൻ സഹായകമാണ്. ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ശരീര താപനില കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന 2 കാര്യങ്ങളാണ് തുമ്മലും വിറയലും. നമ്മുടെ ശരീരം വിറക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ തുമ്മുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുമ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ഇത് എല്ലാവർക്കും മഴ നനഞ്ഞ പാടി ഉണ്ടാകണം നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ തിരിച്ച് പഴയ അളവിലേക്ക് ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീര താപനില കൂടുമ്പോഴേക്കും വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇതാണ്. വീട്ടിലെത്തിയ പാടെ ആവി പിടിക്കുക, ഉപ്പിട്ട ചൂടുള്ള വെള്ളം കവിളുക, നല്ല രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക, മറ്റെങ്കിൽ നമ്മുടെ കാല് ചൂടുവെള്ളത്തിൽ വെക്കുക. ഇത് ഒരു പരിധിവരെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ ശരീര ഊഷ്മാവ് പഴയ അളവിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മഴ നനഞ്ഞാൽ
എങ്ങനെയാണ് നമ്മൾക്ക് ജലദോഷവും അല്ലെങ്കിൽ പനിയും ഒക്കെ വരുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി തിരിച്ചു വരുന്നവരേക്കും ഗുഡ് ബൈ.